ഹായ് എവരിവൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. പലപ്പോഴായി ലൈഫിൽ നമ്മളെല്ലാം സ്റ്റക്കായി പോകാറുണ്ടല്ലേ? അതിനുള്ള 4 കാരണങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാരണമാണ് ഫിയർ ഓഫ് സംതിങ്. അത് ചിലപ്പോൾ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വന്ന് പുതിയൊരു റിസ്ക് ഫേസ് ചെയ്യാനുള്ള പേടിയാകാം, സക്സസിനെ പേടിയാകാം, ഫേമസ് ആകുന്നത് പേടിയാകാം, ഫെയിലേഴ്സിനെ പേടിയാകാം. അതുപോലെ തന്നെ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, ആൾക്കാരെന്ത് പറയും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള പേടിയാകാം. അതുപോലെ ഫിയർ ഓഫ് അൺനോൺ എന്ന് പറയും, ഫിയർ ഓഫ് അൺസെർട്ടനിറ്റി, നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന, നമുക്ക് കാണാൻ പറ്റാത്ത, അറിയാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പേടി. സ്റ്റക്കാകാനുള്ള രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് ലാക്ക് ഓഫ് സംതിങ്. അത് ചിലപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളതിലുള്ള ഒരു ക്ലാരിറ്റി കുറവായിരിക്കാം. അതുപോലെ തന്നെ ഡയറക്ഷൻ, എങ്ങനെ പോകണം എന്നുള്ളത് അറിയാത്തത് കൊണ്ടാവാം ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ ലാക്ക് ഓഫ് ഹോപ്പ്, ഒരു പ്രതീക്ഷയില്ലായ്ക. ലാക്ക് ഓഫ് കറേജ്, അതായത് റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധൈര്യമില്ലായ്മ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സപ്പോർട്ട്, ലാക്ക് ഓഫ് നോളജ്, ലാക്ക് ഓഫ് സ്കിൽ. ഇതെല്ലാമാകാം നമ്മുടെ ലൈഫിൽ സ്റ്റക്ക് ഫീൽ ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണങ്ങൾ. ഇനി മൂന്നാമത്തെ ഒരു കാരണമാണ് ഇൻഫ്ലുവൻസ് ഓഫ് സംതിങ്. അത് റോങ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ടാകാം. അതായത് നീ ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ ഇരിക്കുമ്പോൾ നീ സേഫാണ് എന്ന് നമ്മളോട് മറ്റാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരിയെന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാൻ തീരുമാനിക്കും, അല്ലേ? അപ്പോൾ അതൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ആക്ച്വലി നമുക്ക് തരുന്നത്. ഇനി മറ്റൊരു കാരണമാണ് പല രീതിയിലുള്ള അഡിക്ഷൻസ്. അത് ഫോണാകാം, അതല്ല പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളോടുള്ള അഡിക്ഷൻ ആകാം, മദ്യമാകാം. അതുപോലെ തന്നെ ചില റിലേഷൻഷിപ്പ്, അതൊരു അഡിക്ഷനായിട്ട് മാറാറുണ്ട്. പലപ്പോഴും അവിടെ അത്ര സേഫ് അല്ല എന്നറിഞ്ഞിട്ട് പോലും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരവസ്ഥ നമ്മളെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി വളരെയധികം തകർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി അതിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടും ലൈഫിൽ സ്റ്റക്നെസ് അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ഇനി നാലാമത്തെ ഒരു റീസണാണ് ഡിസ്ട്രാക്ഷൻ ഓഫ് സംതിങ്. പല രീതിയിലുള്ള പാസ്റ്റ് ട്രോമാസ് നമ്മളെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് സ്വയം തീരുമാനമെടുത്ത് ഹീൽ ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ സഹായം തേടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. ഒന്നാമത്തെ പോയിൻ്റാണ് ഫിയർ ഓഫ് സംതിങ്. ഇതാണോ നിങ്ങളെ അലട്ടുന്ന ഒരു റീസൺ എന്ന് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് ലാക്ക് ഓഫ് സംതിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ക്ലാരിറ്റി ആവശ്യമുണ്ടോ, നോളജാണോ, സ്കില്ലാണോ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഓഫ് സംതിങ് കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ, അത് ചിലപ്പോൾ ചില അഡിക്ഷൻസ് ആവാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോച്ചസിനെയോ മെൻറ്റേഴ്സിനെയോ ഒക്കെ സമീപിക്കാവുന്നതാണ്.